നമസ്കാരം, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയുടെ റെസിപ്പിയാണ്. 2 പപ്പടവും മുട്ടയും ഉണ്ടെങ്കിൽ ആർക്കും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നല്ല രുചിയാണ്. ചൂട് ചോറിനും അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ കൂടെ കഴിക്കാം. വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ടുള്ള ഈ ഒരു സൂപ്പർ കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കണ്ടേ? അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിലേക്ക് വേണ്ട 1-2 മെയിൻ ഐറ്റങ്ങൾ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3 പപ്പടം വറുക്കാനായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. പിന്നെ വേണ്ടത് 3 മുട്ട, അതും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പടം ഒന്ന് വറുത്തിട്ടെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചെറിയ ചീനച്ചട്ടി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പടം ഇതിലേക്കിട്ട് ഒന്ന് വറുത്തെടുക്കാം. എല്ലാം നല്ലപോലെ ഒന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് സ്റ്റൗവിൽ നിന്ന് ഒന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതേ സ്റ്റൗവിലേക്ക് തന്നെ നമുക്ക് കറി ഉണ്ടാക്കാനുള്ള ചട്ടി വെച്ച് കൊടുക്കാം. നന്നായിട്ട് ചൂടായ ശേഷം 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. എന്നിട്ട് നമുക്കിതിലേക്ക് 2 പച്ചമുളക് റൗണ്ടിൽ കട്ട് ചെയ്തതാണ്, ഇതങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഇത് പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ പപ്പടം ചേർക്കുന്നുണ്ട്. പപ്പടത്തിൽ ഓൾറെഡി ഉപ്പുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ ആദ്യമേ ചേർക്കുമ്പോൾ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇതുപോലെ ഒന്ന് സോഫ്റ്റായിട്ട് കുക്കായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു തക്കാളി ഒന്ന് ചേർത്ത് കൊടുക്കാം. തക്കാളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഗ്രേവിക്ക് അത്യാവശ്യം പുളിയും അതുപോലെ തന്നെ നല്ലൊരു തിക്നെസ്സുള്ള ഗ്രേവിയും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാടൊന്നും വേണ്ട, ഒരു ചെറുത് മാത്രം ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. തക്കാളിയും കൂടി നന്നായിട്ടൊന്ന് സോഫ്റ്റായി വഴണ്ട് വന്നോട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പേസ്റ്റ് ആക്കിയത് എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് പേസ്റ്റായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നത്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ സവാളയൊക്കെ ചേർത്ത് കൊടുക്കുന്ന ടൈമിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ചൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാം കൂടി നല്ല സോഫ്റ്റായിട്ട് ഇതുപോലെ ഒന്ന് വഴണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ സാധാരണ മുളക് പൊടി. എരിവ് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ വരെ ഇട്ട് കൊടുക്കാം. അത് ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് ചെയ്യുക. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് പൊടികളും കൂടി ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഒരു 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്തെടുത്ത് വെച്ചിരുന്ന പപ്പടം ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പപ്പടം പൊട്ടിയൊന്നും പോവാതെ പതുക്കെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുക്കുന്ന മുട്ട നന്നായിട്ട് വേവാൻ പാകത്തിനുള്ള വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. ഞാനൊരു 3 മുട്ട എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 1.5 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇതുപോലെ വെട്ടി തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന 3 മുട്ടയും പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു എഗ് യോക്ക് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുക. അപ്പോൾ ഞാനൊരു ചെറിയ പാത്രത്തിലേക്കൊന്ന് ഉടച്ചൊഴിച്ചതിന് ശേഷമാണ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ ഓരോ സൈഡിലായിട്ടും 3 മുട്ടയും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതുപോലെ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു കരു ഒരല്പം പൊട്ടിയെന്ന് വെച്ചിട്ട് അതൊന്നും കുഴപ്പമൊന്നുമില്ല. അത് നമുക്ക് അങ്ങനെ തന്നെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഫ്ലെയിം നന്നായിട്ടൊന്ന് കൂട്ടി വയ്ക്കാം. നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. നന്നായിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കണം. മുട്ടയുടെ ഒരു വശം നന്നായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് എല്ലാം ഒന്ന് തിരിച്ചും കൂടി ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കണം. അതുപോലെ ഉപ്പ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഈ ഒരു സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്തും കൊടുക്കണം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു ചെറിയ ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരല്പം ഇട്ട് കൊടുത്തു. നമ്മൾ ആദ്യമേ വളരെ കുറച്ചല്ലേ ഇട്ടുള്ളൂ. ഇനി ഒന്നുകൂടി ഒരു 2 സൈഡും നന്നായിട്ട് വെന്ത് ഒന്നുകൂടി കുറുകി വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നന്നായിട്ടൊന്ന് വെന്ത് അതുപോലെ ഒന്നുകൂടിയൊക്കെ കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. എല്ലാം നല്ല കറക്റ്റ് പാകമാണ്.
ഇനിയിപ്പോൾ ഇത് ഒട്ടും ഗ്രേവി ഒന്നും വേണ്ട, നന്നായിട്ടങ്ങ് വറ്റിച്ച് വരട്ടിയെടുത്താൽ അതും ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതുപോലെ നമുക്കൊന്ന് വരട്ടിയാണെങ്കിലും എടുക്കാം. ഇപ്പോൾ ഞാൻ കുറച്ച് ഗ്രേവിയോട് കൂടി തന്നെയാണ് ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരല്പം വെളിച്ചെണ്ണ പുറമേ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു ടീസ്പൂണോളം മതിയാവും. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള, നല്ല ചൂടോടുകൂടി കഴിക്കാൻ പറ്റിയ ഒരു ഉഗ്രൻ പപ്പടം മുട്ടക്കറി ഇതാ ഇവിടെ റെഡി. ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും ഇടിയപ്പത്തിനും ദോശയ്ക്കും എന്ന് വേണ്ട എന്തിൻ്റെയും കൂടി നമുക്ക് കഴിക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല കേട്ടോ. ഇതുപോലെ സിമ്പിൾ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഒത്തിരി വെറൈറ്റി റെസിപ്പീസ് നമ്മളുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ഒന്ന് കയറി കണ്ടു നോക്കാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്തിട്ടാലേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ടും വരുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു നല്ല അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്